നയന രാവിലെ അടുക്കളയായിരിക്കട്ടോ. ഈ സമയത്ത് വന്നിട്ട് ദേവേനെ ചോദിക്കാണ്, അല്ല നീ എന്താണ് താമസിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. താമസിച്ചില്ലമ്മേ, ഞാൻ നേരത്തെ തന്നെയാ. ഞാൻ ഏകദേശം 4:45 തന്നെ എഴുന്നേറ്റതാ എന്ന് പറയുന്നുണ്ട്. ഓഹോ, കുറെ ദിവസമായിട്ട് പറയുന്നുണ്ടല്ലോ ഞാൻ 4:30 എഴുന്നേക്കുന്നുണ്ടെന്ന്. നീ എന്തിനാ അത്ര നേരത്തേക്ക് എഴുന്നേക്കാൻ പോകുന്നത്? 5:30 എഴുന്നേക്കുന്നതിനുള്ള പണിയൊക്കെ ഇവിടെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ മുത്തശ്ശി ചോദിക്കാണ്, അല്ല ദേവിയാണ് 2 ദിവസം നയനടില്ലാത്തപ്പോ നീ കണ്ടതല്ലേ എങ്ങനെ ജോലിയൊക്കെ തീർന്നേന്ന്. ഒരെണ്ണം ഒറ്റയ്ക്ക് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നും നിനക്ക് പറഞ്ഞ് മനസ്സിലാവില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. ദേവിന് മനസ്സിലോർക്കാണ് ഇവൾ എന്തെങ്കിലും പറയാൻ സമ്മതിക്കില്ല. രാവിലെ മനസ്സമാധാനം കളഞ്ഞ് ഓർക്കുമ്പോഴേക്കും അമ്മയും അച്ഛനെ എവിടുന്നേലും വന്നോളും അവർക്ക് സപ്പോർട്ട് പിടിക്കാൻ എന്നാലോചിക്കാണ്. അങ്ങനെ ദേവിയെ നടന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ പറയുന്നുണ്ട്, മുത്തശ്ശി അതിനെ കാര്യമാക്കണം മുത്തശ്ശി, ചുമ്മാ അവരെ ചൊറിയാൻ വരുന്നാലേ അല്ലാതെ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ മോളെ, ദേവേന ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, പാവമായിരുന്നു. പിന്നെ എല്ലാരും ഭരിച്ചുകൊണ്ടൊക്കെ നടക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ആയിരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നയനെ പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, ഞാന് ഇവിടോട്ട് വന്നത് ദേവേനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം സ്വത്തും പണവും മുതലൊന്നും ഇല്ലാതെ പറ്റിച്ചില്ല ഞങ്ങൾ കയറി വന്നത്. അത് അമ്മയ്ക്ക് അങ്ങോട്ട് ദഹിക്കാൻ പറ്റിയിട്ടില്ല. അതേ ഉള്ളു കാരണം. അതൊന്നും ഓർത്ത് മുത്തശ്ശി വിഷമിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത്രയും മോളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വിഷമവും ഇല്ല. ഒരാളെ മനസ്സിലാക്കുമ്പോഴാ ആ ജീവിതം മുന്നോട്ട് വന്നിട്ട് പോന്നേ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആദ്യം അടുക്കളയിലിട്ട് വരാണ്. എന്താണോ ഒരാളുടെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കുന്നുണ്ട്. ദോശയും ചമ്മന്തിയൊക്കെ ആദർശട്ടാന്ന് പറയുന്നുണ്ട്. എന്നും ദോശയും ചമ്മന്തിയൊക്കെ അല്ലേ, ഒരു ഭൂരി മസാലയൊക്കെ മാറ്റി പിടിച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. നാളെ ആവട്ടെ, അത് തന്നെ ഉണ്ടാക്കിയേക്കാം. പിന്നെ ഭൂരിയൊക്കെ ആകുമ്പോൾ അൺഹെൽത്തി ആണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ട്രൈ ചെയ്യാതെ എന്ന് പറയുന്നുണ്ട്. അതൊന്നും സാരില്ലടോ, എനിക്ക് ഭയങ്കര ഇഷ്ടാ പൂരിയൊക്കെ. അപ്പൊ ഞാൻ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് ആദർശ് പറയുന്നുണ്ട്. എന്നാ ശരി, ഞാൻ ഉണ്ടാക്കിക്കോളാം. പക്ഷേങ്കിൽ ഏറ്റോണം, നിങ്ങളുടെ അമ്മ കുറ്റം പറയുമ്പം ആ കാര്യം അപ്പൊ തന്നെ ഏറ്റോണം എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഏറ്റു, ഞാൻ അതിന്റെ മറുപടി പറഞ്ഞോളാം പോരെ, നീ നാളെ എന്തായാലും അതുണ്ടാക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ സഹായിക്കണമെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല ആവശ്യട്ടാ, ഞാൻ ചെയ്യാൻ ജോലിയുടെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അല്ല ആവശ്യത്തിന് ഓഫീസിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ, ഇപ്പൊ സമയമല്ല ആയിട്ടുള്ളൂ. അല്ല ജോലിന് പോകുന്നില്ലേ, ഞാൻ പോയിട്ടൊന്നും താൻ അറിഞ്ഞില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല ഇന്നലെ ഉച്ച നേരെ പോയുള്ളൂ, പെട്ടെന്ന് വന്നപോലെ തോന്നി. ഞാൻ കുറച്ചു നേരം ഓടിയുള്ളൂ. എന്തായാലും തന്നെ കിച്ചണിൽ ഒന്ന് സഹായിക്കാമെന്ന് കരുതി. അതിനൊന്നും ആവശ്യമില്ല, ആവശ്യട്ടും രാവിലെ അയ്യോളം ഓഫീസിൽ ഇരുന്ന് മുഷിയുന്ന ആളല്ലേ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജോലികളൊക്കെ എനിക്ക് ചെയ്യാനതേ ഉള്ളൂ, ആവശ്യട്ടും പോയിക്കോ എന്ന് പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞേ പറ്റില്ല, തന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദർശ് അടുക്കളയിലേക്ക് കയറാണ് കേട്ടോ. അങ്ങനെ അടുക്കളയിൽ കയറിയിട്ട് ആദർശ് അവിടെ തേങ്ങ ഒക്കെ ചിരണ്ടുന്നുണ്ട്. ഈ സമയത്ത് നയനോട് ദോശയൊക്കെ ചുറ്റുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് ചമ്മന്തിക്കുള്ള ആ തേങ്ങ ചേർന്നതിന് ശേഷം ആദർശ് ചോദിക്കാണ്, ഇത് മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് മതി ആദർശട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന അതൊക്കെ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കടുകൊക്കെ താളിച്ച് ആ ചമ്മന്തി അവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ശേഷം അത് വാങ്ങി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങൾക്കകത്ത് ബാക്കി ചേരുവകളെല്ലാം ചേർത്ത് അടുപ്പത്തോട്ട് വെക്കാണ്. ഈ സമയത്ത് ആദർശ് ചോദിക്കാണ്, ഇതൊക്കെ ഇത്ര സിമ്പിൾ ആയല്ലേ, പക്ഷെ ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും എനിക്ക് ഇതുപോലെ ആകാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഓർക്കുന്ന അത്ര സിമ്പിൾ ഒന്നും അല്ല. ഓരോ കറിക്കും എന്തൊക്കെ കൂട്ടുകൾ എത്രയൊക്കെ വേണം, എത്രയൊക്കെ അളവിൽ വേണമെന്നുള്ളതൊക്കെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ കണ്ട പോലെ സാമ്പാറിനുള്ള ഒരു ചേരുവ കുറഞ്ഞു പോയപ്പോഴും സാമ്പാർ കോളമായിപ്പോവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഉപ്പ്, എരി, പുളി എല്ലാം പാകത്തിന് വേണം ഏതൊരു കറിക്കായാലും. നിസ്സാരി ചമ്മന്തിക്കാണെങ്കിൽ പോലും അതിനകത്തുള്ള ഉള്ളിയുടെ അളവ്, അതിനകത്തുള്ള ചകരം ഇഞ്ചിയുടെ അളവ്, അതുപോലെ തന്നെ മുളകിന്റെ അളവ്, ഉപ്പിന്റെ അളവ് എല്ലാം പാകമായിരിക്കണം. അതുപോലെ എണ്ണ, കടുക് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അതെല്ലാം നിങ്ങളുണ്ടല്ലോ എല്ലാം കുളവാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയന ദോശ വിളിക്കും. മാറി ഞാൻ ചുടാന്നും പറഞ്ഞിട്ട് നയന അടുത്ത് നിന്നിട്ട് ആവേശം ദോശ ഇടുവാണ് കേട്ടോ. അപ്പോഴായിരിക്കും നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. ഈ കാഴ്ച കണ്ട ദേവയാനി ഞെട്ടിപ്പോകുന്നുണ്ട്. പക്ഷെ ഇത് നേരത്തെ രണ്ടുപേര് കാണുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിനൊക്കെ ഈ സെറ്റിലിരുന്ന് കണ്ടുണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോളോ, പണ്ട് താൻ എന്നെ അടുക്കളയിൽ കേട്ടില്ലായിരുന്നല്ലോ, അതുപോലെ തന്നെ നയനമോളും വേണ്ടെന്ന് പറയുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, എങ്കിലും എന്നാ അന്നത്തെ നിങ്ങളുടെ തിരക്കിന് എത്രയൊന്നും ആവശ്യമാണ് ഇപ്പൊ തിരക്കില്ലല്ലോ, നിങ്ങളുടെ തിരക്ക് അന്ന് അടുക്കളയിൽ കയറിയിട്ടില്ല. പക്ഷെ അവനിപ്പോ അതിനുള്ള സമയമുള്ളത് കൊണ്ട് ഭാര്യയെ സഹായിക്കുന്നത് കണ്ടില്ലേ, എന്ത് രസമല്ലേ രണ്ടുപേരും അങ്ങനെ അടുക്കളയിൽ ഒരുമിച്ച് കാണാനെന്നൊക്കെ പറയുന്നുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെയാണോ ഭാര്യയുടെ ഭർത്താവ് അടുക്കളയെ സഹായിക്കുമ്പോൾ അവർ ആ ഒരു ബന്ധം പൂർണ്ണമാണത്. താൻ ഒരു സ്വന്തം ഈഗോ മറന്ന് രണ്ടുപേരും ജോലി രണ്ടുപേരും ചെയ്യുമ്പോഴാ ആ ഒരു ഇതിൽ ആത്മാർത്ഥം ഉണ്ടാവുക എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ദേവയാനി എഴുന്നള്ളുന്നത്. ദേവയാനി വന്നപാടെ ഇത് കണ്ടങ്ങ് ഞെട്ടുന്നുണ്ട്. ആദർശ് എന്ന് അലവക്കൊണ്ടൊരു വിളിക്കുന്നുണ്ട്. പെട്ടെന്നായിരിക്കും ആദർശിന്റെ കയ്യിൽ നിന്ന് താവി പോലും താഴെ പോന്നിട്ടോ ഞെട്ടിയിട്ട്.
അപ്പോഴേക്കും ഞാൻ ആദർശേട്ടനെ നോക്കുന്നുണ്ട്. എന്താ ആദർശേട്ടാ പേടിച്ചു പോയി ചോദിക്കാണ്. നിങ്ങൾ മിണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്താ ആദർശം നിനക്ക് അടുക്കളയിൽ കാര്യം ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലമ്മേ എന്ന് പറയാണ്. പിന്നെ നീ ഇതിന് അടുക്കളയിൽ കയറിയെന്ന് ചോദിക്കാണ്. അതമ്മേ വേറൊന്നുമല്ല, നയന ഒറ്റയ്ക്ക് രാവിലെ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ, വേറെ ഒരാള് പോലും സഹായിക്കാനില്ല, അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ കയറി അവളെന്ന് സഹായിക്കാൻ ഓർത്ത എന്ന് പറയുന്നുണ്ട്. ഓഹോ, നിനക്കപ്പോ ഓഫീസിൽ ഒന്നും പോകണ്ടേ, ഭാര്യ സഹായിച്ചുകൊണ്ട് ഇതിരുന്നാ മതി ചോദിക്കുന്നുണ്ട്. അതെന്താമ്മേ അങ്ങനെ പറഞ്ഞത്? ഇപ്പം സഹായിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോവാ? ഞാൻ ഒറ്റയ്ക്ക് ഇടുന്ന ജോലിയല്ലേ, ഒന്നെങ്കിൽ അമ്മയ്ക്ക് ആർക്കെങ്കിലും സഹായിച്ചൂടെ? ആരുമില്ല ഇവിടെ, ചെറിയ മാത്രമേ എല്ലപ്പോഴും വരാറുള്ളൂ. എന്ന് ചെറിയമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് ഞാനിവിടെ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. നല്ല കാര്യമായി, ഓഫീസിൽ പോകേണ്ട ആള് രാവിലെ അടുക്കളയിൽ കയറി പാചകം ചെയ്താല് നല്ല രസമായിരിക്കും കാണാൻ എന്നൊക്കെ പറയുന്നുണ്ട്. നീയാണോട് ഇനി വിളിച്ചു വരുത്തും ചോദിക്കുന്നുണ്ട്. ഞാനൊന്നും അല്ലമ്മേന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അമ്മ നേരത്തെ അവളുടെ നേരെ തുള്ളാൻ നിൽക്കണ്ട, അവളല്ല, ഞാൻ സ്വന്തമായിട്ട് വന്നതാ, അതുകൊണ്ട് ദയവ് ചെയ്ത് അവളെ കുറ്റം പറയാൻ നിൽക്കണ്ട. ഞാന് തേങ്ങ എണ്ണ കൊടുത്ത് ദോശ ഇടാൻ സഹായിച്ചതൊക്കെ ഉള്ളൂ, ബാക്കിയെല്ലാം ചെയ്യുന്നത് അവള് തന്നെയാ എന്ന് പറയുന്നുണ്ട്. എന്നെ ഞാൻ അകത്തേക്ക് കയറിപ്പോ എന്ന് ദേവേനി പറയുന്നുണ്ട്. അമ്മ അകത്ത് പൊക്കോ, ഞാൻ എന്തായാലും ഞാനെ സഹായിച്ചിട്ടേ പോകുന്നുള്ളൂ. എനിക്കിനി ഓഫീസിലേക്ക് പോകാൻ 2 മണിക്കൂർ സമയമുണ്ട്. ഞാൻ കുളിച്ചിട്ട് ആഹാരം കഴിച്ചാൽ പോരെ, അതിനെനിക്ക് 1/2 മണിക്കൂർ പോലും വേണ്ട, ബാക്കിയുള്ള സമയം ഞാൻ അതിനെ ഹെൽപ്പ് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആദർശ് ആദ്യമായിട്ടാണ് ഇങ്ങനെ മറുത്ത് പറയുന്നത്. അതായത് ആദർശോടെ കയറി പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറുപടിയായിട്ട് അമ്മ കയറി പൊക്കോളാൻ പറഞ്ഞില്ലേ, അത് കേട്ടപാടെ ദേവയാനിക്ക് വല്ലാണ്ടങ്ങ് ആവുന്നുണ്ട്. ദേവയാനി എന്നിട്ട് കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കാൻ കേട്ടോ. ഈ സമയത്ത് ദേഷ്യം കൊണ്ട് ദേവയാനി ഇങ്ങനെ അലറി വിളിക്കണമെന്നുണ്ട്, എന്നിട്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ദേവയാനി തുള്ളുപോലും മൈൻഡ് ചെയ്യാതെ നയന ഇനി എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി ഒന്നും ചെയ്യേണ്ട ആദർശേട്ടാ, ദോശയൊക്കെ ചുട്ടു കഴിഞ്ഞിട്ടുണ്ട്, സാമ്പാർ ഇപ്പം അതിന് കടുക് തിളച്ചിറക്കിയാൽ മതി എന്ന് പറയാണ്. എന്നാൽ ഞാൻ പാത്രം കഴുകി സഹായിക്കാന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട ആദർശേട്ടാ, ഞാൻ ചെയ്തോളാന്ന് പറയുമ്പോൾ പറ്റില്ല, ഞാൻ സഹായിക്കാം, നീ കൂടെ വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് പാത്രം തേച്ചിടുന്നുണ്ട്. ഞാൻ അത് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ദേവയാനി രണ്ടുപേരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ദേവയാനി ആകപ്പാട് കളി നിന്ന് നിൽക്കാണ്. അങ്ങനെ തുള്ളിച്ചാടി ദേവയാനി മുറിയിലേക്ക് കയറിപ്പോകുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശനും അവിടെ പറയാണ്, എന്തായാലും ആദർശിന്റെ ഈ പെരുമാറ്റം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ആ ദേവയാനിക്ക് നല്ലൊരു അടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുണ്ടോ അമ്മായിമാരായാലും? ആദർശിന് വിവാഹം കഴിഞ്ഞില്ലേ, ഇപ്പോഴും അവൻ കുഞ്ഞാന്നും പറഞ്ഞ് അവനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക. അവന്റെ ഭാര്യയ്ക്കും അവളുടെ അവകാശമൊക്കെ ഇല്ലേ, അതൊന്നും അവൾ മനസ്സിലാക്കില്ല, അവളുടെ കാര്യം മാത്രം അവൾക്ക് നേടണം എന്നൊറ്റ ചിന്തയാണ് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ ദേവേനെ തുള്ളിച്ചാടി പോയത് കണ്ടപ്പം നയന പറയാണ്, ആദർശേട്ടാ കുഴപ്പമാണെന്ന് തോന്നട്ടോ, അമ്മ ദേഷ്യപ്പെട്ടാ പോയേക്കുന്നേ, ഇനി ആദർശോട് ഉണ്ടോന്ന് തോന്നില്ലെന്ന് പറയുമ്പം അങ്ങനെ അമ്മയെ മിണ്ടിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം, അതിനോർത്ത് നീ പേടിക്കണ്ട ഇനി പറയാണ്. അല്ല ആദർശേട്ടന് ഇത്രമാത്രം ധൈര്യം ഉണ്ടെന്ന് ചോദിക്കുമ്പോ എന്തായാലും അമ്മ ചെയ്ത തെറ്റാന്ന് മനസ്സിലാവുമ്പം കുറച്ചൊക്കെ ധൈര്യം ഉണ്ടാവുമല്ലോ, അങ്ങനെ ധൈര്യമൊക്കെ ഉണ്ട്, എന്തായാലും താന് പാത്രം കഴുകുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ കിച്ചൺ ഡ്യൂട്ടിയിലെല്ലാം ആദർശ് കംപ്ലീറ്റ് ആയിട്ട് സഹായിച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ഡൈനിങ് ടേബിളിലേക്ക് ഫുഡ് കൊണ്ടുവെക്കുന്നു കേട്ടോ. എന്നിട്ട് ആദർശ് പറയാണ്, ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആദർശ് സ്പീഡിൽ പോയി കുളിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വന്നതിന് ശേഷം നയന എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, പാചകം ചെയ്തിട്ട് ഫുഡ് കഴിക്കാന്നുള്ളത് ഒരു വല്ലാത്ത സംഭവം തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ. പക്ഷെ ദേവേന് മാത്രം ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്തോടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.